67 1024 terabytes is equal to 1. 1024 terabytes is equal to 1 എന്തുവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് പെറ്റാബൈറ്റ് എന്നാണ്. 10 terabyte is equal to 1 petabyte. Sorry. Option D ആണ് ആൻസർ 1 petabyte. Question number 68. On an Excel sheet, the active cell is indicated by ഒരു എക്സൽ ഷീറ്റിലെ ആക്റ്റീവ് സെല്ലായിട്ട് എന്ന് പറഞ്ഞാൽ കറണ്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആക്റ്റീവ് നമ്മൾ കഴ്സർ എവിടെ കൊണ്ടുവയ്ക്കുന്നത് അതിനകത്ത് വരുന്ന സെല്ല് എങ്ങനെയായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതെന്ന് പറയുന്നത് ഡാർക്ക് വൈഡ് ബോർഡർ, ഡാർക്ക് വൈഡ് ഫുള്ളായിട്ട് ആ ഒരു സെല്ലിന് മൊത്തത്തിൽ ഡാർക്ക് വൈഡ് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തേക്കും. ഓപ്ഷൻ ബി ആണ് ആൻസർ. Next is 69. You can convert existing Excel worksheet data and chart into HTML document by using the എന്ത് വെച്ചിട്ടാണ് നമ്മൾ എക്സൽ വർക്ക്ഷീറ്റിനെയും ഡേറ്റയും ആൻഡ് അതിലുള്ള ചാർട്ടിനെയും HTML ഡോക്യുമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അസിസ്റ്റൻറ്റ് വിസാർഡ് എന്നാണ് അതിൻ്റെ ആൻസർ പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. യു ക്യാൻ കൺവേർട്ട് എക്സിസ്റ്റിംഗ് എക്സൽ വർക്ക്ഷീറ്റ് ഡേറ്റ ആൻഡ് ചാർട്ട് ടു എക്സൽ വർക്ക്ഷീറ്റ് ഡേറ്റയും നമുക്ക് ചാർട്ടിനെയും കൺവേർട്ട് ചെയ്യാൻ പറ്റും ടു HTML ഡോക്യുമെൻറ്റ്. എന്ത് വെച്ചിട്ടാണ് നമുക്ക് HTML ഡോക്യുമെൻറ്റ് എക്സലിലെ വർക്ക്ഷീറ്റിനെയും ചാർട്ടിനെയും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്? അതെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻ്റർനെറ്റ് അസിസ്റ്റൻറ്റ് വിസാർഡ് ആണ്. Question number 70. Which file format is for Corel Draw? Corel Drawക്കുള്ള ഫോർമാറ്റ് എന്താണെന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ, CDR. Question number 71. The technology developed by Microsoft that allows an object such as a graphic, video clip, spreadsheet, etc. to be embedded into a document is known as. Question ഒന്നുകൂടെ വായിക്കാം. കുറച്ച് ലാർജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The technology developed by Microsoft that allows an object such as a graphic, video clip, spreadsheet, etc. to be embedded into a document is known as. Answer എന്ന് പറയുന്നത് Z ആണ്, OLE. Next 72. Which key is used to insert a hyperlink? Hyperlink is used നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന കീ ഏതാണെന്നാണ്. അതെന്ന് പറയുന്നത് Ctrl+K ആണ്. ഹൈപ്പർലിങ്കിന് വേണ്ടിയിട്ടുള്ള കീബോർഡ് ഷോർട്ട്കട്ട് എന്താണ്? Ctrl+K. Which key is used to insert a line break? Line break യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കീവേഡ് എന്താണ്? Shift+Enter ആണ് ലൈൻ ബ്രേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. The keyword shortcut used for to insert a line break എന്ന് പറയുന്നത് Shift+Enter. Next, for the implementation of C2C e-commerce, the essential infrastructure are. For the implementation of C2C e-commerce, the essential infrastructure ഇതൊക്കെയാണ് essential infrastructure എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2 and 3 www പിന്നെ EDI സ്റ്റാൻഡേർഡ്സും. Question number 75. Which is the major categories of e-commerce? E-commerceന്റെ മേജർ കാറ്റഗറീസ് ഏതൊക്കെയാണെന്നാണ്. അതെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, all of the above. Question number 36. Inserted titles are intertitles. Question number 76. Intertitles എന്ന് പറയുന്നത് എന്തുവാണ്? Intertitles are. Option B ആണ് ആൻസർ. Add on the web that appears between web pages that the user request. Add on the web pages that appears between web pages that the user request. Option B ആണ് ആൻസർ എന്ന് പറയുന്നത്. 77. A digital signature indicate ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്തുവാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ്. അത് ഓപ്ഷൻ സി ആണ് ആൻസർ. Both A and B. Next 78. Which of the following is the components of supply chain management? Chain management യൂസ് ചെയ്യുന്ന കമ്പോണന്റ് എന്തുവാണെന്നാണ്. ഓപ്ഷൻ ഡി all of the above ആണ് ആൻസർ. നെക്സ്റ്റ് 72. സെർച്ച് എൻക്രിപ്റ്റ് എന്ന് പറയുന്നത് ആൻസർ സെർച്ച് എൻജിൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. Question number 80. A computer application which is used to publish, edit, order, delete and maintenance from a central interface എന്ന് പറയുന്നത് എന്തുവാണെന്നാണ്.
Question ഒന്നുകൂടി വായിക്കാം. 80. Computer application which is used to publish, edit, order, delete and maintenance from a central interface എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. Question number 81. The main target group that can be distinguished in government concept. എന്തുവാണ് the main target group that can be distinguished in government concept? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 81 all of the above. Question number 82. Patent is a way to protect. Patent is a way to protect. Answer എന്ന് പറയുന്നത് intellectual property ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 83. Nora എന്ന് പറയുന്നത് എന്തുവാണ്? ആൻസർ എന്ന് പറയുന്നത് സി. നോൺ ഒബീവിയസ് റിലേഷൻഷിപ്പ് അനാലിസിസ് ആണ് നോറ എന്ന് പറയുന്നത്. Question number 84. Dash means mechanisms are in place to determine who took responsible action and who is responsible. 84. Dash means mechanisms are in a place to determine who took responsible action and who is responsible. Option എന്ന് പറയുന്നത് ബി ആണ്. Accountability ആണ് ആൻസർ ബി. 85. Domain name to IP address conversion is done by using. Domain names to IP address conversion is എന്ത് വെച്ചിട്ടാണ് ഡൊമൈൻ നെയിമിനെ IP address conversion ആക്കി മാറ്റുന്നത്? By using. ആൻസർ എന്ന് പറയുന്നത് നെയിം സെർവേഴ്സ്. സി ആണ് ആൻസർ. Next 86. A pair of tag and their content together are called. A pair of tag and their content together are called. Option എന്ന് പറയുന്നത് ബി element. 87. Which tag is used in HTML to preserve white spaces? Which tag is used in HTML to preserve white space എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 88. Who introduced the concept www? www എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? അതെന്ന് പറയുന്നത് ടിം ബെർണേഴ്സ്-ലീ ആണ്. 89. Which is the first browser with GUI? എന്തുവാണ് GUI വെച്ചിട്ടുള്ള ഫസ്റ്റ് ബ്രൗസർ എന്ന് പറയുന്നത്? അതെന്ന് പറയുന്നത് മൊസൈക്ക് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. Which is the first browser with GUI? മൊസൈക്ക്. Option 9. Question number 90. Which one of the among the following heading tag uses the default font size? Font size ആണ് യൂസ് ചെയ്യുന്ന ഹെഡിങ് ടാഗ് ഏതാന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി H4. Question number 91. Identify the block tag. ഇതിൽ ഏതാണ് ബ്ലോക്ക് ടാഗ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ? പി ആണ്. ഡി ആണ് ആൻസർ പി. Question number 92. The attribute of img tag used to display the text when the images is not possible to display. Question number 92. ഒന്നുകൂടെ വായിക്കാം. The attribute of img tag used to display the text when the image is not possible to display. ആൻസർ എന്ന് പറയുന്നത് alt ആണ്. 93. HTML tag that is used to implement hypertext link in a web page is. HTML tag that is used to implement hypertext link in a web page is. Option എന്ന് പറയുന്നത് സി ആണ്. എ. HTML tag used to implement hypertext link in a web page എന്ന് പറയുന്നത് സി ആണ് ആൻസർ. എ. The unit of information was number 94. The unit of information on the web is referred as. The unit of information on the web is referred as documents. A ആണ് answer. 95. Which HTML tag is used for defining the rows and calls of browser window? Which HTML tag is used for defining the rows and columns ആണെന്ന് അറിയില്ല. columns COLS of browser windows. Answer ഒന്നാണ് frame set. Rows and columns 95. Which HTML tag is used for defining the rows and columns of a browser window? Rows and columns എന്ന് തന്നെയാണ്. rows and columns of a browser window എന്ന് പറയുന്നത് ഓപ്ഷൻ ബി frame set ആണ്. 96. Which is true? എന്തുവാണ് ട്രൂ എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ.
Option A ആണ് answer. The button in a radio button group always have the same names. Question number 97. Which script is executed in response to the appearance of an event? Which script is executed in response to the appearance of an event? Answer എന്ന് പറയുന്നത് event handler. C ആണ് answer. Question number 98. The first style sheets are developed in. First style sheets എന്നാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് B ആണ് 1996. Next 99. Which one is not a selected type in CSS? CSS. Which one? ഇതിൽ ഏതാണ് ഒരു സെലക്ടഡ് ടൈപ്പ് അല്ലാത്തത്? CSSലെ സെലക്ടഡ് ടൈപ്പ് അല്ലാത്തത് നെയിം സെലക്ടർ ആണ് ആൻസർ. 100. Dash provide a centralized authentication server which authenticate users to servers and vice versa. Question ഒന്നുകൂടെ വായിക്കാം. Dash provides a centralized authentication server which authenticate users to servers and vice versa. Answer എന്ന് പറയുന്നത് Kerberos. അപ്പോഴത്തേക്കും 100 questions കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മൾട്ടിമീഡിയ അനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്ട്സ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പ്യൂട്ടറുമായി റിലേറ്റഡ് ഉള്ളതും ഉണ്ട്, അല്ലാതെ മൾട്ടിമീഡിയനായിട്ടുള്ളതും ഉണ്ട്. ബട്ട് നമുക്ക് കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്തോ എക്സാം കോമൺ ആയിട്ടുള്ള എല്ലാ എക്സാംസിനും പിന്നെ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് എക്സാംസിനും ഒക്കെ നമുക്ക് യൂസ് ആവുന്നതാണ്. സോ നിങ്ങൾ വൺ ടൈമെങ്കിലും ഇതൊന്ന് ഇത് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.